ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഈ പ്രപഞ്ചത്തിലെ നിർമ്മിതമായിരിക്കുന്നത് ഭൂമിരാപോ അനലോ വായു ഖം മനോബുദ്ധിരെ വെച്ച് അങ്ങനെയുള്ളതായ 8 പ്രകൃതികളോടൊപ്പം ഒരു ജീവപ്രകൃതിയോടൊപ്പമാണ് ഈ പ്രപഞ്ചത്തിലെ ആവിഷ്കൃതമായിരിക്കുന്നത്. ഇത് പ്രത്യക്ഷാനുഭവമായവന് മാത്രമേ ശരശയിൽ കിടക്കാൻ പറ്റൂ. അതിനാണ് വ്യാസൻ അങ്ങനെ കഥ എഴുതിയത്. വ്യാസന് വേണമെങ്കിൽ അർജുനന്റെ അമ്പേറ്റ് അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അദ്ദേഹം മരണം കാത്തു കിടക്കുന്നു. എന്താ? കാലത്തിന് അതീതനാണ് അദ്ദേഹം. കാലത്തെ ജയിച്ചവൻ, ദേശത്തെ ജയിച്ചവൻ. ആരാണോ ഈ 5 ഭാവങ്ങളോടൊപ്പം പരമാത്മാവിനെ അറിഞ്ഞത് അവൻ കാലദേശങ്ങളെ അത് ലംഘിച്ചു. അവന് ജനനവുമില്ല മരണവുമില്ല. ലോകത്തിന്റെ കൺമുന്നിൽ വേണമെങ്കിൽ അവന് ഈ ഭൂമിയിൽ ജനിച്ചവനായി വരാം. അപ്പോൾ അതിനെ അറിയുന്ന ആളുകൾ അവതാരം എന്ന് പറയും. അങ്ങനെയുള്ള ആളിനെയാണ് നമ്മൾ ഭഗവാൻ എന്ന് പറയുക, അവതാരം എന്ന് പറയും. അല്ലാത്തുള്ള ആളുകൾ പറയും ഇന്ന ദിവസം ജനിച്ചു, ഇന്നതാണ് അദ്ദേഹത്തിന്റെ നക്ഷത്രം എന്നൊക്കെ പറയും. അദ്ദേഹം ശരീരം വിട്ടു പോകും. അദ്ദേഹം ആഗ്രഹിക്കുമ്പോഴേ വരൂ, അവതരിക്കും. അതിനാണ് അവതാരം എന്ന് പറയണേ. നമ്മൾ ജനിച്ചു എന്ന് പറയും. ഇനി അദ്ദേഹം വിചാരിക്കുമ്പോഴേ വിട്ടുപോകും, ശരീരത്തെ ഉപേക്ഷിക്കുന്നു, ആ ശരീരത്തിൽ നിന്നിട്ട് വിട്ടുമാറുന്നു. ശരീരം പ്രകൃതി കാര്യമാണ്. ആ പ്രകൃതിയാകട്ടെ ഈ പരമാത്മാവിൻ്റെ തന്നെ ശക്തിവിശേഷവുമാണ്. താൻ പരമാത്മാവ് തന്നെയാണെന്ന് അനുഭവിച്ചറിഞ്ഞയാൾ പരമാത്മാവ് തന്നെ. അദ്ദേഹം ആ പ്രകൃതിയെ ഇനി ഇത് വേണ്ട, ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രകൃതിയെ കൊണ്ട് ആ ശരീരമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിന്റെ ആവശ്യം കഴിഞ്ഞു, ഇത് വിട്ടേക്കാം എന്ന് അദ്ദേഹം തീരുമാനിക്കുമ്പോഴേക്കും അത് വിട്ടുപോകും. നമ്മൾ വിചാരിക്കും അദ്ദേഹം മരിച്ചു, എന്നാ മരിച്ച് അത് മകരസംക്രമത്തിന് ശേഷമാണ് എന്നൊക്കെ നമ്മൾ കഥയിൽ പറയും. അദ്ദേഹം കാലത്തിനപ്പുറത്താണ് കിടക്കണേ. ഇങ്ങനെയുള്ള ആള് എപ്പോ പ്രാണൻ വിട്ടാലും കാലത്തിനപ്പുറത്താണ് എന്ന് നമ്മൾ ഇനി കാണും. അതിന് പ്രപഞ്ചഗതിയിലെ ഉത്തരായനം വരെ കാക്കണമെന്നില്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വ്യാസൻ അങ്ങനെ കഥ പറഞ്ഞു തന്നു. ആ ആളുകൾ കർക്കിടക 1-ാം തീയതി പ്രാണനെ വിട്ടാലും അവര് ഉത്തരായനത്തിലാണ്. കാരണം പ്രാണന്റെ ഗതിയാണ് ഉത്തരായനവും ദക്ഷിണായനവും. അങ്ങനെ അദ്ദേഹം ഉത്തരായനത്തിലാണ്. നമുക്ക് കാണിച്ചു തരാൻ ഉത്തരായനം വരുന്നത് വരെ കാത്തു കിടന്നു. എന്നിട്ട് പ്രാണൻ വിട്ടു. അവിടെ കിടക്കുമ്പോഴോ വേദനയില്ല. അവിടെ കിടന്നുകൊണ്ട് ശ്രീകൃഷ്ണൻ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് യുധിഷ്ഠിരന് അദ്ദേഹം ധർമ്മത്തിന്റെ എല്ലാ സൂക്ഷ്മാംശങ്ങളും ഉപദേശിക്കുന്നതാണ് ശാന്തിപർവ്വം. മഹാഭാരതത്തിലെ ഏറ്റവും വലിയ പർവ്വമാണ് ശാന്തിപർവ്വം. അതിനെ തുടർന്ന് വീണ്ടും അതേപോലെ വലിപ്പമേറിയ ഒരു പർവ്വം വരുന്നുണ്ട്, അനുശാസന പർവ്വം. ഇത് രണ്ടും ഭീഷ്മൻ ശരശയ്യയിൽ കിടന്നുകൊണ്ട് യുധിഷ്ഠിരന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ധർമ്മത്തെ പരിപൂർണമായിട്ട് എല്ലാ തലങ്ങളിലും നമുക്ക് പഠിക്കാൻ വേണ്ടി അതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നു. അതിനപ്പുറം ധർമ്മത്തെക്കുറിച്ചൊന്നും പറയാനില്ല. അങ്ങനെ ഒരാൾക്ക് ശരശയ്യയിൽ കിടന്ന് പറയണമെങ്കിൽ ആ ആളിന്റെ മാനസികാവസ്ഥ എന്താണ് എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കണം. ഒരു മുട്ടസൂചി കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? വേദാന്തം പറയാൻ പറ്റുമോ? ഇല്ല. ശരശയ്യയില് അതും തല ഉയർത്തി വെക്കാൻ 3 അമ്പ് കൊണ്ടാണ് തലയണ. ദുര്യോധനൻ തലയണയുമായിട്ട് ഓടി വന്നു, വേണ്ടാന്ന് പറഞ്ഞു. അർജുനനോട് പറഞ്ഞു, നീ എനിക്ക് നല്ലൊരു തലയണ തരാൻ. 3 അമ്പുകൾ കൊണ്ട് തലയണ അടിച്ചു കൊടുത്തു. തറയിലും തലയിലുമായിട്ട് കോർത്തു നിൽക്കുന്നു പറഞ്ഞു. അങ്ങനെ തലയെ ഉയർത്തി കൊടുത്തു. അങ്ങനെ കിടക്കുന്ന ഒരാൾ ഇത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ദേശകാലങ്ങൾക്ക് അതീതനായി, ശരീര മനോബുദ്ധികളുടെ ബന്ധനങ്ങൾക്ക് അതീതനായി, ആത്മസ്വരൂപനായിട്ട് അദ്ദേഹം വിളങ്ങുന്നു. അവിടെ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്.
എന്നിട്ട് ആ അവസരത്തിൽ യുധിഷ്ഠിരൻ അദ്ദേഹത്തോട് ചോദിച്ചു, പരമമായ ധർമ്മം എന്താണ്? അതേപോലെ തന്നെ ഈ സംസാര ബന്ധനങ്ങളിൽ നിന്ന് മോചിക്കാനുള്ള മന്ത്രം ഏതാണ് എന്ന് യുധിഷ്ഠിരൻ അദ്ദേഹത്തോട് ചോദിക്കാൻ നമ്മൾ കേൾക്കും. നമ്മൾ അധികം പേരും അത് ദിവസവും ജപിക്കുന്നവരാണ്. വിഷ്ണു സഹസ്രനാമം. ആരാ? അവിടെ കിടക്കുന്ന ഭീഷ്മനാ പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ജഗത് പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം സ്തുവൻ നാമ സഹസ്രേണ പുരുഷ സതതോദ്ധിത. ജഗത് പ്രഭുവായിരിക്കുന്ന, ലോകത്തിനു വേണ്ടി ഈശ്വരനായിരിക്കുന്ന ആ ദേവദേവനെ, അനന്തൻ, അവസാനമില്ലാത്തവൻ എന്നുവെച്ചാൽ അനാദി കൂടിയാണ്, ആദിയില്ലാത്തവൻ, ആദിയും അവസാനവും ഇല്ലാത്തവനായിരിക്കുന്ന പുരുഷോത്തമൻ. 15-ാം അധ്യായത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. ആ പുരുഷോത്തമൻ, അവനെ 1000 നാമങ്ങൾ കൊണ്ട് ആരാണോ സ്തുതിക്കുന്നത്, ആ മനുഷ്യൻ നിരന്തരം സ്തുതിക്കുന്നു, സതതം നിരന്തരം സ്തുതിക്കുന്നു ആ മനുഷ്യൻ ഈ പ്രാപഞ്ചികമായ ബന്ധനങ്ങൾ എല്ലാം വേർപെട്ട് ബ്രഹ്മ സാക്ഷാത്കാരത്തിന്റെ മണ്ഡലത്തിലേക്ക് ഉയർന്നു പോകുന്നു. അതുകൊണ്ട് തമേവ അർച്ചയൻ നിത്യം, അവനെ ദിവസവും അർച്ചന ചെയ്യണം. ഈ അക്ഷരബ്രഹ്മയോഗത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ഭീഷ്മന്റെ വാക്കുകളിലൂടെ നമ്മൾ കേൾക്കുന്നത്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു കൊടുക്കുന്നത് എന്തെന്നറിയോ? ഓം വിശ്വം വിഷ്ണും വഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതകൃദ്ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. ഓരോ വാക്കും പരമാത്മാവ് എന്നാണ് അർത്ഥം. ഓം വിശ്വം, സർവവുമായിരിക്കുന്നവൻ. ഈ ലോകത്തിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ട് എന്തെന്തൊക്കെ നമ്മൾ കാണുന്നുവോ, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളായിട്ട് എന്തെന്തൊക്കെ കാണുന്നുവോ, അത് മുഴുവൻ താനായിരിക്കുന്നതാരോ അവനാണ് ഈ പത്മനാഭൻ, ഈ മഹാവിഷ്ണു. അതാണ് നോയിക്കോണം. വിശ്വം എന്ന വിഷ്ണുവിനെ വിശേഷിപ്പിക്കുമ്പോൾ 5 ഭാവങ്ങളോടൊപ്പമാണ് വിഷ്ണുവിനെ നാം കാണുന്നത്. നേരത്തെ പറഞ്ഞ അതിഭൂതം, അധിദൈവം, അധ്യാത്മം തുടങ്ങിയതായ ആ 5 ഭാവങ്ങളോടൊപ്പം വിഷ്ണുവിനെ കാണുമ്പോഴേ വിഷ്ണുവിനെ വിശ്വൻ എന്ന് പറയാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഈ ഭാവങ്ങളെ നിരസിക്കുന്ന അവസ്ഥയിലായി പോകും. അങ്ങനെ വിശ്വം എന്ന് പറയുമ്പോൾ അക്ഷരബ്രഹ്മയോഗം, ആ ഒറ്റ വാക്കിനകത്ത് അത് കടന്നു വരുന്നു. വിഷ്ണു, സർവത്ര നിറഞ്ഞു നിൽക്കുന്നവൻ. വിഷ്ണു ധാതുവിന്റെ അർത്ഥം അതാണ്, വിഷ്ണു വ്യാപ്തവും എന്ന്. അങ്ങനെ സർവത്ര വ്യാപിച്ചു നിൽക്കുന്നവൻ. പിന്നെയോ ഭൂതഭവ്യ ഭവത് പ്രഭു, ഈ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഭൂതമായിട്ടുള്ളവ. പിന്നെയോ അതേപോലെ തന്നെ ഭവ്യം, വരാനിരിക്കുന്ന ഏതോ അതൊക്കെ. പിന്നെയോ ഭവത്ത്, നടന്നുകൊണ്ടിരിക്കുന്നതോ ഏതൊക്കെയോ അതൊക്കെ. അങ്ങനെ ലോകത്തിൽ ഉണ്ടായതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായിട്ട് എന്തൊക്കെയുണ്ടോ, പദാർത്ഥങ്ങളും കർമ്മങ്ങളും സകല അനുഭവങ്ങളും എല്ലാം അതിൻ്റെ എല്ലാം പ്രഭു ഈ വിഷ്ണുവാണ്. അവനെ നാമസഹസ്രങ്ങളാൽ സ്തുതിക്കണം എന്ന് ഭീഷ്മൻ ശരശയ്യയിൽ കിടന്നുകൊണ്ട് യുധിഷ്ഠിരനെ പറഞ്ഞു കേൾപ്പിക്കുന്നു. അഥവാ അത് നമുക്ക് വ്യാസൻ കേൾപ്പിച്ചു തന്ന് നമ്മെയും ആ വഴിയിലൂടെ നടത്തിക്കുന്നു. ഇത് ഉപദേശിക്കുന്നത് ഭീഷ്മൻ. ഭീഷ്മന്റെ മനസ്സ് എവിടെയാ നിൽക്കുന്നേ? ഭീഷ്മന്റെ അനുഭവം ആ 5 ഭാവങ്ങളോടുകൂടിയ ഭഗവാന്റെ പ്രത്യക്ഷ സിദ്ധിയിലാണ്. അങ്ങനെ ആ സിദ്ധിയിലാണ് അദ്ദേഹം ശരശയ്യയിൽ കിടക്കുക. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വ്യാസൻ കഥ എഴുതിയത്. ഇല്ലെങ്കിൽ അർജുനന്റെ അമ്പേറ്റപ്പോഴേക്കും 10-ാം ദിവസം വൈകുന്നേരം അദ്ദേഹം തേരിൽ നിന്ന് വീണ് ശരീരം വെടിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞില്ല. ഈ ലോകത്തിൽ ഏത് കഥയിൽ ഇങ്ങനെ ഒരു കഥ കണ്ടിട്ടുണ്ട്? ശരശയ്യയിൽ കിടക്കുന്ന ഒരു വീരാധിവീരൻ, ആ ആള് വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊടുക്കുന്നു. ശിവസഹസ്രനാമം ഇവിടെ തന്നെയാ വരുന്നത്. ഈ അനുശാസന പർവ്വത്തിനകത്താ വരുന്നത് ശിവസഹസ്രനാമം. ഇതേപോലെ പവിത്രങ്ങളായ അനേകം നാമങ്ങൾ, പവിത്രങ്ങളായ ഉപദേശം കൊണ്ട് നിറഞ്ഞതാണ് ശാന്തി പർവ്വവും അനുശാസന പർവ്വവും മുഴുവൻ. ഇത് മുഴുവൻ ആ ശരശയ്യയിൽ കിടന്നുകൊണ്ട്. അതാണ് മരിക്കുന്ന അവസരത്തിൽ പോലും ആരാണോ എന്നെ ഇങ്ങനെ ഓർക്കുന്നത്, ഇതിനെ കഥയായിട്ട് കാണിച്ചു തന്നിരിക്കുകയാണ് വ്യാസൻ. മരിക്കുന്ന അവസരത്തിൽ പോലും 5 ഭാവങ്ങളോടൊപ്പം ഭഗവാനെ ഓർമ്മിക്കുന്ന ഒരു കഥയെ
വ്യാസൻ കാണിച്ചു തന്നിട്ട് അക്ഷരബ്രഹ്മയോഗത്തെ നമുക്ക് പ്രത്യക്ഷമായിട്ട് പഠിപ്പിച്ചു തരും. ഇവിടാണ് വ്യാസന്റെ മഹത്വം. സാധാരണ സാഹിത്യകാരനല്ല വ്യാസൻ. വ്യാസൻ ഇതിനെല്ലാം അപ്പുറത്താണ്. അനന്തകോടി പ്രപഞ്ചങ്ങൾ നിർമ്മിക്കുന്ന പരമാത്മാവ് തന്നെയാണ് ഭഗവാൻ വേദവ്യാസൻ. ഇങ്ങനെയുള്ള എന്നെ അന്ധകാലേ ശരീരം വിടുന്ന അവസരത്തിലെങ്കിലും ആരാണോ ഇങ്ങനെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് സ്മരൻ ഓർമ്മിച്ചുകൊണ്ട് ശരീരത്തെ വിടുന്നത്, അവൻ എന്നിലെത്തിച്ചേരുന്നു. ഇനി ഇതിന് വേറൊരു തലത്തിലും കൂടി അർത്ഥം പറയാം. നമ്മൾ അവരവരുടെ സാധനകൾ കൊണ്ട് ക്രമേണ കുണ്ടലിനിയെ ഉണർത്തി ആധാരചക്രങ്ങളിലൂടെ മുകളിലേക്ക് നയിച്ച്, അത് രാജയോഗത്തിൽ കൂടിയാകാം, മറ്റെല്ലാ യോഗ പദ്ധതികളിലും പല സമ്പ്രദായങ്ങളിൽ സംഭവിക്കുന്നത് അത് തന്നെ. സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസമില്ല. അതിങ്ങനെ ഉയർന്ന് ചെല്ലുമ്പോഴേക്കും ഒരു ഘട്ടം എത്തുമ്പോൾ ഈ കാണായ സമസ്ത ജഗത്തും പരമാത്മാവിനാൽ വ്യാപ്തം എന്നനുഭവപ്പെടും. അങ്ങനെ സർവത്ര ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ പദാർത്ഥങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവിനെ കാണുന്ന അവസരം, ആ പരമാത്മാവിനെ സ്മരിക്കുന്ന ആ ഘട്ടം, ആ അനുഭൂതി ഘട്ടം, അധ്യാത്മസാധനയുടെ ഉയർന്ന ഘട്ടം, ആ ആള് എന്നിൽ എത്തിച്ചേരുന്നു. അങ്ങനെ പ്രാണൻ വെടിയുന്ന ഘട്ടം എന്ന് പറയുമ്പോൾ മരിക്കുന്ന സന്ദർഭം എന്നും അർത്ഥം പറയാം. അതാണ് നമ്മൾ ആ കഥാഭാഗത്തിലൂടെ നേരിട്ട് കണ്ടത്. പിന്നെയോ അത് അധ്യാത്മസാധനയുടെ ഉയർന്ന ഘട്ടത്തിൽ, മരിക്കുന്ന ഘട്ടത്തിലല്ല, ആ സമാധിയുടെ ഉയർന്ന ഘട്ടത്തിൽ, അവിടെ ലൗകിക ബന്ധനങ്ങളെ എല്ലാം വേറിട്ടിട്ട് ബ്രഹ്മതത്വത്തെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവത്തിൽ എത്തിച്ചേരുന്നു. 5 ഭാവങ്ങളോടൊപ്പം നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവിനെ കണ്ട് പൂർണ്ണ സാക്ഷാത്കാരത്തിൽ എത്തിച്ചേരുന്നു. അവന് ഒരിക്കലും പതനമുണ്ടാകുന്നില്ല. അവൻ ആത്മസ്വരൂപനായിട്ട് സ്വയം അനുഭവിക്കുന്നു. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തം തമേവേദി കൗന്ദേയ സദാ തദ്ഭാവഭാവിതഃ. ഇങ്ങനെ മരിക്കുന്ന ഘട്ടത്തില്, പ്രാണൻ വിടുന്ന ഘട്ടത്തില് ഒരാളുടെ ബോധമണ്ഡലം, ഒരാളുടെ മനസ്സിലെ സങ്കല്പങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കളേബരത്തെ വിടുന്ന അവസരത്തിൽ ഏതു ഭാവത്തെയാണോ ഓരോ ജീവനും സ്മരിക്കുന്നത്, യം യം വാപി സ്മരൻ ഭാവം സ്മരത്യന്തേ കളേബരം, കളേബരത്തെ വിടുമ്പോൾ ഏതു ഭാവത്തെയാണോ സ്മരിക്കുന്നത്, ആ അവസരത്തില് തം തമേവ ഇതി കൗന്ദേയ, അല്ലയോ അർജുന, അതിനെ തന്നെ ആ വ്യക്തി, ആ ജീവൻ പ്രാപിക്കുന്നു.